ഫുട്ബോൾ ഇതിഹാസം എന്ന ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനം കായിക പ്രേമികൾക്ക് ആവേശകരമാണ്. പക്ഷേ കായിക താരങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ആവേശത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. അവയെ നേട്ടങ്ങളാക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല എന്നേയുള്ളൂ. മെസ്സിയെ നാട്ടിലെത്തിക്കാൻ വിയർപ്പൊഴുക്കിയെന്നും അതിനായി 100 കോടി മുടക്കുമെന്നും അവകാശപ്പെടുന്നവർ നമ്മുടെ കായിക പ്രതിഭകൾക്ക് നല്ലൊരു സ്റ്റേഡിയമോ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ നല്ല ഭക്ഷണം പോലും കൊടുക്കാത്തവരാണ്. മെസ്സി വരട്ടെ, ഇവിടെ ഒരു സർക്കാരും കായിക വകുപ്പും ഉണ്ടെന്നെങ്കിലും രാജ്യം അറിയട്ടെ. മെസ്സി എത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ കായിക രംഗത്തിന്റെ അവസ്ഥ? കായിക താരങ്ങളുടെ കണ്ണീർ വീഴാത്ത കളിക്കളങ്ങളോ പരിശീലന കേന്ദ്രങ്ങളോ നേരച്ചവേ ഭക്ഷണമെങ്കിലും കൊടുക്കുന്ന സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലുകളോ നമുക്കിവിടെയില്ല. ഹോസ്റ്റൽ ജീവനക്കാർക്കും പരിശീലകർക്കും ശമ്പളം കിട്ടിയിട്ട് 4 മാസമായി. ഭക്ഷണ സാധനം വിതരണം ചെയ്യുന്നവർ കടം കയറിയതിനാൽ പിൻവാങ്ങി. ചിലയിടങ്ങളിൽ പാചകവാതക വിതരണവും നിലച്ചു. ഏറെ അവകാശവാദങ്ങളുമായി കഴിഞ്ഞ ജനുവരിയിൽ തിരുവനന്തപുരത്ത് രാജ്യാന്തര കായിക ഉച്ചകോടി നടത്തിയിരുന്നു. അതോടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും പണമില്ലാതായി. ദേശീയ മത്സരങ്ങൾക്ക് ടീമുകളെ അയച്ചതിന്റെ പണം കായിക അസോസിയേഷനുകൾക്ക് ലഭിച്ചിട്ടില്ല. വർഷം തോറും നൽകുന്ന സ്പോർട്സ് കിറ്റുകളും പൂർണ്ണമായി കൊടുക്കാനായിട്ടില്ല. കാടുപിടിച്ചും പൊട്ടിത്തകർന്നും കിടക്കുന്ന സ്റ്റേഡിയങ്ങളാണ് എല്ലാ ജില്ലകളിലും ഉള്ളത്. ഫുട്ബോളിനോടും ബാസ്കറ്റ്ബോളിനോടും വോളിബോളിനോടും കമ്പമുള്ള കുട്ടികൾ കയ്യിൽ നിന്നും പണം മുടക്കി സ്വകാര്യ ടർഫുകളിലാണ് കളിക്കുന്നത്. നിലവിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കല്ലാതെ LP ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കായിക അധ്യാപകർ പോലുമില്ല. എങ്ങനെ വളരും നമ്മുടെ കായിക രംഗം? ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ജേതാക്കളാകുന്ന കായിക താരങ്ങളെ സ്വീകരിക്കുന്നതിനോ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുന്നതിനോ പോലും സമയമില്ലാത്തവരാണ് കായിക രംഗം കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലി ലഭിക്കാൻ എത്രയെത്ര സമരങ്ങളാണ് നടത്തേണ്ടി വന്നത്. കേരളത്തിൽ കബഡി വളരാത്തതിന്റെ പ്രധാന കാരണം അസോസിയേഷനുകളുടെ തമ്മിലടിയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുമാണെന്ന് മുൻ പ്രോ കബഡി താരവും മലയാളിയുമായ ഷെബീർ ബാപ്പു ഷറഫുദ്ദീൻ അടുത്തിടെ പറഞ്ഞിരുന്നു. കേരളത്തിൽ പ്രതീക്ഷയില്ലാതായ ഷെബീർ കർണാടകത്തിലെത്തി ടീമിന്റെ നായകനായി. ഇപ്പോൾ ബാംഗ്ലൂർ SBI ജീവനക്കാരനാണ്. ഇത്തരമൊരു കേരളത്തിലാണ് ജനിച്ചിരുന്നുവെങ്കിൽ മെസ്സിയുടെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് കായിക മന്ത്രി സങ്കല്പിച്ചു നോക്കണം. മെസ്സി തന്റെ ബാല്യകാലത്തെ അനാരോഗ്യത്തെ അതിജീവിച്ചത് വൻതുക മുടക്കി ചികിത്സിക്കാൻ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 16ാമത്തെ വയസ്സിൽ ഔദ്യോഗിക മത്സരത്തിനിറങ്ങാനും 17ാം വയസ്സിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലീഗ് മത്സരത്തിനിറങ്ങാനും 22ാം വയസ്സിൽ യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയറും ഫിഫ ലോക ഫുട്ബോളർ ഓഫ് ദി ഇയറും ആകാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് മെസ്സി ഈ തലമുറയിലെ മികച്ച കളിക്കാരനായത്. അതുകൊണ്ടാണ് ഇതിഹാസ താരം കേരളത്തിലൊന്ന് വന്നിരുന്നുവെങ്കിലെന്ന് കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നതും സർക്കാർ അതിനായി പരിശ്രമിച്ചതും. പക്ഷേ മെസ്സിയെ കേരളത്തിലെത്തിക്കുമ്പോൾ കുറ്റബോധത്തോടെ അല്ലാതെ സ്വന്തം കായിക പ്രതിഭകളുടെ മുഖത്ത് നോക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? അതെ, മെസ്സി വരട്ടെ. സ്വന്തം നാട്ടിൽ കായിക രംഗത്തിന്റെ കുതികാൽ വെട്ടിയ അധികാരികൾക്ക് ലോകവീക്ഷണമുണ്ടാകട്ടെ.